ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ആരോപണം നേരിടുന്ന പ്രതിപട്ടികയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ കോടതിയുടെ വിധിയുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം ജാമ്യം ഉപാധികളോടെയാണ് എന്നും മനസ്സിലാക്കുന്നു. വീണ, ഇന്നത്തെ കോടതിയിൽ നടന്ന വിശദാംശങ്ങൾ വളരെ വേഗം. ശ്യാംബാബു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ലൈംഗിക കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോഴും രാഹുൽ ഒളിവിൽ തന്നെയാണ് തുടരുന്നത്. ഒരു ജാമ്യാപേക്ഷ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ പുറത്തേക്ക് വരുമെന്നാണ്, ഇനി സമൂഹത്തിലേക്ക് ഇനി ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന രാഹുൽ ഇനി പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം രാഹുലുമായി ബന്ധപ്പെട്ട് ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കോ പോലീസിന് കടക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുതെന്ന്, ആദ്യത്തെ കേസിൽ കടക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ ഒരു രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമീപിച്ചത്. രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ് ബംഗളൂരുവിൽ നിന്നുള്ള പെൺകുട്ടിയാണ് കൊടുത്തത്. 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. അതായത് ഇമെയിൽ വഴിയാണ് സന്ദേശം നൽകിയത്. തനിക്ക് നേരെ ക്രൂരമായിട്ടുള്ളൊരു ലൈംഗിക അതിക്രമം നടന്നു, അത് 2022 എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് KPCC അധ്യക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇമെയിൽ വഴി പെൺകുട്ടി പരാതി നൽകിയത്. ഈ ഒരു പരാതിയാണ് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. ഈ പരാതിയുമായി മുന്നോട്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് ചുമതലപ്പെടുത്തി അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പരാതി പുറത്തു വന്ന സമയത്ത് തന്നെ കോടതിയിൽ സമീപിക്കാനായിട്ട് രാഹുൽ തയ്യാറായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ ചില വാദങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല, ഈ സംഭവം നടന്ന സ്ഥലമൊന്നുമില്ല എന്നുള്ള വിവരങ്ങളടക്കം ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ബംഗളൂരുവിൽ പോയി പെൺകുട്ടിയുടെ മൊഴിയടക്കം IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തിരുന്നു. അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട്, ബംഗളൂരുവിൽ നിന്ന് താൻ നാട്ടിൽ വന്ന സമയത്ത് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, ഹോം സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതെന്നാൽ അവിടെ വെച്ച് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, ശരീരമാകെ മുറിവേൽപ്പിച്ചു, തന്നെ അതിക്രൂരമായ പീഡനത്തിന് തന്നെ ഇരയാക്കി, തനിക്ക് ശ്വാസമുട്ടലും ശാരീരിക ബുദ്ധിമുട്ടലുകളും ഒക്കെ ഉണ്ടായി. എങ്കിൽ പോലും അതിക്രമം രാഹുൽ തുടർന്നു എന്ന് പെൺകുട്ടി മൊഴി നൽകി. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം തന്നെ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ പിന്മാറി എന്നും അടക്കം പെൺകുട്ടി വിശദമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്രയും നാൾ പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യമടക്കം അന്വേഷണ സംഘം ഉന്നയിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞത് തനിക്ക് ഭയമായിരുന്നു, രാഹുലിനെ തനിക്ക് പേടിയാണെന്നുള്ള ആശങ്കകൾ കൂടി പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുൻപിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ജാമ്യാപേക്ഷയിലെ അടച്ചിട്ട മുറിയിൽ കോടതി വാദം കേൾക്കൽ പൂർത്തിയായത്. തുടർന്ന് വാദം കേൾക്കൽ പൂർത്തിയായതിനു ശേഷം ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയും മൂന്നാമത്തെ കേസായിട്ടാണ് കോടതി പരിഗണിച്ചത്. ആ മൂന്നാമത്തെ കേസിൽ തന്നെ കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു ഉത്തരവ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇനി രാഹുലിന് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിലപാട് എന്തായിരുന്നു? പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയായിരുന്നു വീണ? കാരണം ഇത്രയും ഗുരുതരമായൊരു പരാതിയിൽ പ്രതിക്ക് എങ്ങനെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നതറിയാൻ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കും ഒരു കൗതുകം ഉണ്ടാവും. കാരണം അപ്പോൾ എന്തൊക്കെ വാദങ്ങളാണ് പ്രധാനമായും രാഹുലിൻ്റെ അഭിഭാഷകർ, അതായത് പ്രതിഭാഗം ഉന്നയിച്ചത്? പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നു കോടതി? ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ രാഹുലിന്റെ ഭാഗം ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇന്നും തുടർന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വാദം കേൾക്കലിലടക്കം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജാമ്യാപേക്ഷയിലടക്കം ഉന്നയിച്ച, പ്രോസിക്യൂഷനടക്കം ഉന്നയിച്ച വാദങ്ങൾ, അതായത് രാഹുലിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഭവങ്ങൾ പറയുമ്പോൾ, പെൺകുട്ടി പരാതി നൽകുമ്പോൾ ഈ പേരോ മറ്റ് വിവരങ്ങളോ ഇല്ല, KPCC അധ്യക്ഷന് ഇമെയിൽ വഴി നൽകിയൊരു പരാതിയാണ്. ആ പരാതി യോഗ്യമല്ല എന്നുള്ള ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു. മാത്രമല്ല ആ വിഷയങ്ങൾ ഉന്നയിച്ചു. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പേരില്ല, ഒപ്പം തന്നെ ഈ ആക്രമണം നടന്നു എന്ന് പറയുന്ന സമയമോ സ്ഥലമോ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളില്ല. പെൺകുട്ടി വെളിച്ചത്തേക്ക് വന്നില്ല. ഇതപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നിലനിൽക്കില്ല എന്നുള്ള വാദങ്ങൾ തന്നെയാണ് രാഹുൽ ഉയർത്തിയത്. എന്നാൽ അന്വേഷണ സംഘം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ധരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസുകളിലടക്കം പറഞ്ഞത് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു, പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുടെയും മറ്റു വിവരങ്ങളും പെൺകുട്ടി നൽകിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കാലതാമസമടക്കം കോടതി
പരിശോധിച്ചിട്ടുണ്ട്. അതായത് 2022 നടന്ന സംഭവമാണ്. ഇപ്പോഴാണ് ഒരു പരാതി, അത് ഇമെയിൽ വഴിയാണ് പരാതി കൊടുത്തത്. അതും കോൺഗ്രസ് അധ്യക്ഷനാണ് പരാതി കൊടുത്തത്, പോലീസ് സംഘത്തിനല്ല പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയത്, നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ കോടതി പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുകയാണ്. അതായത് ചില ഉപാധികൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചില ഉപാധികൾ കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കും. അതുപോലെ തന്നെ അന്വേഷണ സംഘവുമായി തുടർ നടപടികൾക്ക് സഹകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്ന് വാദം കേട്ട് പൂർത്തിയായതിനു ശേഷമാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ചില പഴുതുകൾ അതിലുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ കോടതി അനുകൂലമായിട്ട്, രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച തോറും കോടതിയിൽ ഹാജരാകണമെന്നുള്ള ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കേസ് പരിഗണിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ശ്യാം.